ഹായ് ഓൾ, വെൽക്കം ടു മെൻറ്റേഴ്സ് കൊമേഴ്സ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +2 തുല്യത ബിസിനസ് സ്റ്റഡീസിലെ ചാപ്റ്റർ ഫസ്റ്റിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇതിലെല്ലാം ഒരുവിധം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്, നമ്മുടെ ബേസാണ്. അപ്പോൾ അതെന്തായാലും ഒന്ന് വായിച്ച് പോകണം. അപ്പോൾ എന്താണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ലക്ഷ്യങ്ങൾ ഫലപ്രദമായും കാര്യക്ഷമമായിട്ടും നേടിയെടുക്കാൻ പറ്റുന്ന പ്രക്രിയയാണ് എന്ത് മാനേജ്മെൻറ്റ്. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് നമുക്ക് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ നേടിയെടുക്കണം. അപ്പോൾ അതിനെ നമ്മളതിനെ ഫലപ്രദമായിട്ടും കാര്യക്ഷമമായും നേടിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ത് മാനേജ്മെൻറ്റ്. നല്ല മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് വേഗം എത്തിപ്പെടാനായിട്ട് പറ്റും. ഇനി മാനേജ്മെൻറ്റിൻ്റെ പ്രത്യേകതകൾ പഠിക്കണം. ഒരു 3 പോയിൻ്റ് അല്ലെങ്കിൽ 4 പോയിൻ്റെങ്കിലും മാക്സിമം പഠിച്ചു വയ്ക്കുക. അപ്പോൾ മാനേജ്മെൻറ്റ് ഫസ്റ്റ് പോയിൻ്റ് എന്താ, മാനേജ്മെൻറ്റ് ഒരു ലക്ഷ്യാധിഷ്ഠിത പ്രക്രിയയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏതൊരു സ്ഥാപനത്തിനും അവരവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു മാനേജ്മെൻറ്റ് ആവശ്യമാണ്. അപ്പോൾ എന്തൊക്കെയായിരിക്കും ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്, ഓരോ ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങളും എന്തായിരിക്കണം, വേറെ ആയിരിക്കും. ചിലരുടെ വിൽപ്പന കൂട്ടുകയായിരിക്കും, ചിലർക്ക് ലാഭം വർദ്ധിപ്പിക്കുകയായിരിക്കും, ചിലർക്ക് ഇൻ്റർനാഷണലി ഒരു ബിസിനസ് തുടങ്ങുകയായിരിക്കും, അല്ലെങ്കിൽ ഒരു പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുകയായിരിക്കും. ചിലരുടെ ലക്ഷ്യം ചിലവ് കുറഞ്ഞ രീതിയിൽ പ്രൊഡക്ഷൻ ടെക്നിക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ചിലർക്ക് വെറൈറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പലതരം ലക്ഷ്യങ്ങളുണ്ടാവും. അപ്പോൾ ആ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതാണ് ഒന്നാമത്തെ പോയിൻ്റ്. 2, മാനേജ്മെൻറ്റ് സർവ്വവ്യാപിയാണ്. എല്ലായിടത്തും മാനേജ്മെൻറ്റ് വേണം. അപ്പോൾ നമ്മുടെ ലൈഫിലായിക്കോട്ടെ, ഒരു സ്കൂളിലായിക്കോട്ടെ, ഒരു ചെറിയൊരു ഓഫീസിലായിക്കോട്ടെ, ഒരു ഓർഗനൈസേഷൻ വലുതെന്നോ ചെറുതെന്നോ ഇല്ല. ഏത് തരം ഹോസ്പിറ്റലായിക്കോട്ടെ, ഒരു മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, നമ്മുടെ ഒരു ഹോസ്പിറ്റലായിക്കോട്ടെ, ഒരു ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെ എടുത്ത് നോക്കിയാലും, ചെറിയ പെട്ടിക്കട ആയിക്കോട്ടെ, അവിടെ എടുത്ത് പോലും എന്ത് ആവശ്യമാണ്, മാനേജ്മെൻറ്റ് ആവശ്യമാണ്. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് എന്ത് പറയുന്നത്, സർവ്വവ്യാപിയാണെന്ന് പറയുന്നത്. ഇനി 3-ാമത്തെയാണ് മാനേജ്മെൻറ്റ് ബഹുമുഖമാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാറുണ്ട്. നമ്മുടെ ഈ അക്ഷരക്കൈരളി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. മാനേജ്മെൻറ്റ് എന്തുകൊണ്ടാണ് ബഹുമുഖം ഉള്ളതാണെന്ന് പറയുന്നത്, മൾട്ടി ഡയമെൻഷൻ എന്ന് പറയുന്നത്. 3 തരം മാനങ്ങളുള്ളതാണ് മാനേജ്മെൻറ്റ്. എന്തുകൊണ്ടാണ്? 3 കാര്യങ്ങളെയാണ് അവിടെ മാനേജ് ചെയ്യുന്നത്. തൊഴിലിനെ മാനേജ് ചെയ്യുന്നുണ്ട്, വ്യക്തി മാനേജ്മെൻറ്റ് നടത്തുന്നുണ്ട്, പ്രവർത്തനങ്ങളുടെ മാനേജ്മെൻറ്റ് നടത്തുന്നുണ്ട്. അങ്ങനെ 3 കാര്യങ്ങൾ അവിടെ മാനേജ് ചെയ്യുന്നുണ്ട്. തൊഴിൽ മാനേജ്മെൻറ്റ് എന്താ പറയുന്നത്, സ്ഥാപനം ഏത് തൊഴിലാണോ ഏർപ്പെട്ടിരിക്കുന്നത് പ്രസ്തുത തൊഴിലിനെ എന്ത് ചെയ്യണം, മാനേജ് ചെയ്യണം. ഉദാഹരണമായിട്ട് ഒരു ഫാക്ടറി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു, ആശുപത്രി എന്ത് ചെയ്യുന്നു, രോഗികളെ പരിചരിക്കുന്നു, സ്കൂളിൽ എന്ത് ചെയ്യുന്നു, കുട്ടികളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഏതാണോ നമ്മൾ ചെയ്യുന്ന തൊഴിൽ അതിനെ മാനേജ് ചെയ്യുക. അപ്പോൾ അത് മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നുണ്ട്. അടുത്തത് വ്യക്തി മാനേജ്മെൻറ്റ്. സ്ഥാപനത്തിന് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ആര്, അവിടുത്തെ ജീവനക്കാർ, അവരെ മാനേജ് ചെയ്യണം. അതുകൊണ്ട് വ്യക്തി മാനേജ്മെൻറ്റ് വരുന്നുണ്ട്. പ്രവർത്തനങ്ങളുടെ മാനേജ്മെൻറ്റ്, സ്ഥാപനത്തിൽ നടക്കുന്ന ഉൽപ്പാദന പ്രവർത്തനങ്ങളെ മാനേജ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ നടക്കുന്ന എന്ത് പ്രവർത്തനം ആയിക്കോട്ടെ, ഇപ്പോൾ ഓരോ ഓർഗനൈസേഷനും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഏത് പ്രവർത്തനം ആയാലും അതിനൊക്കെ മാനേജ് ചെയ്യണം. അപ്പോൾ ഈ 3 കാര്യങ്ങളെ മാനേജ് ചെയ്യുന്നത് കൊണ്ടാണ് മാനേജ്മെൻറ്റിന് എന്ത് പറയുന്നത്, ബഹുമുഖമാനമുള്ളത്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ബഹുമുഖമാണ് എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാറുണ്ട്. പിന്നെ മാനേജ്മെൻറ്റ് എന്താണ്, ഒരു തുടർ പ്രക്രിയയാണ്, നിൽക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ലൈഫിലായിക്കോട്ടെ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നില്ല, നിൽക്കുന്നില്ല, അത് കണ്ടിന്യൂ ചെയ്ത് പോവുക തന്നെയാണ്. അപ്പോൾ അതിൽ ഒരു പ്രക്രിയ വരുന്നുണ്ട്. നമ്മുടെ ഓരോ ചാപ്റ്ററുടെ പേരുകളാണ് ആസൂത്രണം, മാർഗനിർദ്ദേശം, ഉദ്യോഗവൽക്കരണം, നിയന്ത്രണം. ഇതിലൊക്കെ ഈ നിർഭങ്ങളൊക്കെ ഉണ്ട്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോകുന്നു. കണ്ടിന്യൂ ചെയ്താലേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, നമുക്കൊരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. പിന്നെ മാനേജ്മെൻറ്റ് ഒരു കൂട്ടുപ്രവർത്തനമാണ്. ഒറ്റയ്ക്ക് ഒരാളല്ല ചെയ്യുന്നത്, വിവിധ താല്പര്യമുള്ള അനേക കക്ഷികൾ ചേർന്നിട്ടാണ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. എല്ലാവരും പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്, സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം അഥവാ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അതിനെയായിരിക്കണം മെയിൻ ഇമ്പോർട്ടൻസ്. ഇപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ബെനിഫിറ്റ് മാത്രമല്ല, ആ ഒരു ഓർഗനൈസേഷൻ്റെ ബെനിഫിറ്റും കൂടെ നമ്മൾ നോക്കണം. പിന്നെ മാനേജ്മെൻറ്റ് ഒരു ചലനാത്മക പ്രക്രിയയാണെന്ന് പറയുന്നുണ്ട്. മാനേജ്മെൻറ്റിൻ്റെ സിദ്ധാന്തങ്ങളും സങ്കല്പങ്ങളും ഒക്കെ മാറ്റാൻ പറ്റും. സയൻസ് പോലെ നമുക്ക് ഇങ്ങനെയൊരു റിസൾട്ട് ഒന്നുമില്ല. നമ്മൾ ഡീൽ ചെയ്യുന്നത് മെയിൻലി ആരെയാണ്, എംപ്ലോയീസിനെ, വർക്കേഴ്സിനെ. അപ്പോൾ അവരുടെ സ്വഭാവങ്ങളൊക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്താണ്, ചലനാത്മകമാണ്. നമുക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റും. മാനേജ്മെൻറ്റ് ഒരു അദൃശ്യ ശക്തിയാണ്, നമുക്ക് കാണാൻ പറ്റില്ല, നമുക്ക് തൊടാൻ പറ്റില്ല. പക്ഷേ ഒരു മാനേജ്മെൻറ്റിൻ്റെ പവർ നമ്മുടെ ഓർഗനൈസേഷനിലൊക്കെ ഉണ്ടായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്തായാലും നമ്മൾ കവർ ചെയ്യണം, മാനേജ്മെൻറ്റിൻ്റെ പ്രത്യേകതകൾ. ഇത് പഠിച്ചാൽ തന്നെ ഒരു ഇത് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി മാനേജ്മെൻറ്റിൻ്റെ ഉദ്ദേശ്യങ്ങൾ, ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങളും എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്.
കാരണം 3 തരം ലക്ഷ്യമാണ് നമുക്ക്. സ്ഥാപനപരമായിട്ടുള്ള ലക്ഷ്യമുണ്ട്, സാമൂഹികപരമായിട്ടുള്ള ലക്ഷ്യമുണ്ട്, വ്യക്തിഗത ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ സ്ഥാപനാപരമായിട്ടുള്ള ലക്ഷ്യം എന്താ വരുന്നത്? 3 നിലനിൽപ്പ്, ലാഭം, വളർച്ച. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റ് നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവരുന്നത്? നിലനിൽപ്പ്. നല്ലൊരു മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിലേ നമ്മുടെ ബിസിനസ് എന്ത് ചെയ്യുള്ളൂ, വരുമാനമൊക്കെ ഉറപ്പ് വരുത്തി ഒരുപാട് കാലം നിലനിൽക്കുള്ളൂ. നിലനിന്ന് പോകാൻ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരു മാനേജ്മെൻറ്റ് ഇല്ലാത്ത സ്ഥാപനമാണെങ്കിൽ വേഗം അടച്ചു പൂട്ടേണ്ടതായിട്ട് വരും. ലാഭം. സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിനുപരിയായിട്ട് ന്യായമായി ലാഭം നേടിക്കൊടുക്കുക എന്നതും മാനേജ്മെൻറ്റിൻ്റെ എന്താണ് ഒരു ലക്ഷ്യമായിട്ട് പറയുന്നുണ്ട്. വളർച്ച. ന്യായമായ ലാഭം നേടുകയും അത് നിലനിൽക്കുകയും ചെയ്ത് സ്ഥാപനത്തെ വളർച്ചയിലേക്ക് നയിക്കേണ്ടത് മാനേജ്മെൻറ്റിൻ്റെ എന്താണ് ഒരു ലക്ഷ്യമാണ്. സാമൂഹിക ലക്ഷ്യം എന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ് നിൽക്കുന്നത് എവിടെ? നമ്മുടെ സൊസൈറ്റിയിലാണ്. അപ്പോൾ സൊസൈറ്റീനെ നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അവിടെ എന്തില്ല, നിലനിൽപ്പില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു ഓർഗനൈസേഷൻ വന്നു കഴിഞ്ഞാൽ കണക്ട് ചെയ്ത് നമുക്ക് പോയിൻറ്റ്സുകൾ എഴുതാൻ പറ്റും. അവിടെ എന്ത് കിട്ടും, നമുക്ക് ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടും. അതുപോലെ നമ്മൾ സൊസൈറ്റിക്ക് അപ്പോൾ അവരുടെ ജീവിത നിലവാരം കൂടും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കൊടുക്കും. ഹോസ്പിറ്റലുകൾ, ESI പോലുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും. പിന്നെ എന്തുണ്ട്, നമ്മുടെ പരിസ്ഥിതിനെ ഒരിക്കലും നശിപ്പിക്കരുത്. കൊക്കക്കോള കമ്പനിയൊക്കെ നമുക്കറിയാം കേസിലൊക്കെ പെട്ടത്. കാരണം എന്താണ്, അവിടെ വരുന്ന മാലിന്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ വേസ്റ്റ് മാനേജ്മെൻറ്റും കൂടെ ചെയ്യണം. ഒരിക്കലും പരിസ്ഥിതിനെ ദോഷമായിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ ബിസിനസ് നടത്തിക്കൊണ്ട് പോകരുത്. വ്യക്തിഗത ലക്ഷ്യങ്ങളുണ്ട്. നമ്മൾ ഓരോരുത്തരും ജോലിക്ക് പോകുന്നത് എന്തിനാണ്, നമുക്ക് ഒരു വളർച്ച ഉണ്ടാവാൻ, നല്ല മികച്ച വേതനം കിട്ടാൻ, ആനുകൂല്യങ്ങൾ കിട്ടാൻ, പെൻഷൻ കിട്ടാൻ, ബോണസ് കിട്ടാൻ, നമ്മുടെ ജീവിത നിലവാരം കൂട്ടാൻ. അപ്പോൾ ഇത് വ്യക്തിഗത ലക്ഷ്യങ്ങളും ഏതിൽ വരുന്നുണ്ട്, മാനേജ്മെൻറ്റിൽ വരുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇനി മാനേജ്മെൻറ്റിൻ്റെ പ്രാധാന്യം, ഇതൊക്കെ കോമൺ ആയിട്ട് പഠിച്ചു വയ്ക്കണം. ചിലപ്പോൾ ഒരു 5 മാർക്കിനൊക്കെ ചോദിക്കാം മാനേജ്മെൻറ്റിൻ്റെ പ്രാധാന്യം എന്താണ്. സ്ഥാപനത്തിൻ്റെ നേച്ചറിൽ പഠിച്ച് തന്നെ ഇവിടെ എഴുതി വയ്ക്കാം. എന്തുകൊണ്ടാണ് മാനേജ്മെൻറ്റ് പ്രാധാന്യമാണെന്ന് പറയുന്നത്? സ്ഥാപനത്തിൻ്റെ പൊതു ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ആര് സഹായിക്കും? മാനേജ്മെൻറ്റ് സഹായിക്കും. നല്ലൊരു മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലാഭം ഉണ്ടാക്കാനും നിലനിന്ന് പോകാനും കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. പിന്നെ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും, കാര്യക്ഷമത വർദ്ധിപ്പിക്കും. നല്ലൊരു മാനേജ്മെൻറ്റ് ഉണ്ട്, നല്ലൊരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ, ചിലവ് കുറയ്ക്കും. അവർ നമ്മുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിച്ച് സ്ഥാപനത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാൻ മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും. മാനേജ്മെൻറ്റ് ചലനാത്മക സംഘടനയെ സൃഷ്ടിക്കുന്നു. നിരന്തരമായ മാറ്റത്തിന് വിധേയമായൊരു പരിസ്ഥിതിയാണ് എല്ലാ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്. ഇത്തരം മാറ്റങ്ങളുമായിട്ട് താരതമ്യം പ്രാപിക്കുന്നതിന് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, വ്യക്തികളെ സഹായിക്കുന്നുണ്ട്. വ്യക്തിഗത ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് മാനേജ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്. നമ്മൾ ഒബ്ജക്റ്റീവ്സിൽ പഠിച്ചതാണത്. നല്ല രീതിയിൽ അവരെ വർക്ക് ചെയ്യാൻ, അവർക്ക് നല്ല വേതനം കൊടുക്കാൻ, അവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് പ്രചോദനത്തിലൂടെയും കൃത്യമായ നേതൃത്വം സൂപ്പർവൈസ് ചെയ്തിട്ടും നമ്മൾ എന്ത് ചെയ്യും, അവരെ നല്ലൊരു കൂട്ടായ്മ സൃഷ്ടിച്ച് നല്ലൊരു സഹകരണ മനോഭാവത്തോടു കൂടെ വളർത്തുന്നതിന് മാനേജ്മെൻറ്റ് സഹായിക്കും. സമൂഹത്തിൻ്റെ വികാസത്തിന് മാനേജ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ലക്ഷ്യങ്ങളിൽ പഠിച്ചതാണ്. അതുകൊണ്ട് അത് കണക്ട് ചെയ്ത് എഴുതാം. അടുത്തത് വരുന്നത് മാനേജ്മെൻറ്റ് പ്രകൃതം, നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. 3 തലത്തിലാണ് നമ്മളതിന് വിശകലനം ചെയ്യുന്നത്. മാനേജ്മെൻറ്റിന് ഒരു കലയായിട്ട് പറയുന്നുണ്ട്, മാനേജ്മെൻറ്റ് ഒരു ശാസ്ത്രം എന്ന രീതിയിൽ പറയുന്നുണ്ട്, മാനേജ്മെൻറ്റിന് ഒരു വിദഗ്ധ തൊഴിൽ എന്ന രീതിയിൽ പറയുന്നുണ്ട്. ഇങ്ങനെ 3 സ്വഭാവമാണ് നമ്മുടെ മാനേജ്മെൻറ്റിനുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് മാനേജ്മെൻറ്റ് കല എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ശാസ്ത്രം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ഒരു വിദഗ്ധ തൊഴിൽ പ്രൊഫഷൻ എന്ന രീതിയിൽ എടുക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളത് പ്രൂവ് ചെയ്യണം. മാനേജ്മെൻറ്റ് ഒരു കല എന്ന നിലയിൽ എന്താ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കലയ്ക്ക് അല്ലെങ്കിൽ ഒരു ആർട്ടിന് എന്തുണ്ട്, ഒരു വ്യക്തിഗതമായിട്ടുള്ളൊരു കഴിവുണ്ട്. ഇപ്പോൾ ഒരു വരയ്ക്കുന്ന ആൾ, ഒരു ഡാൻസർ, അപ്പോൾ അവർക്ക് എന്താ, അത് പഠിച്ചെടുത്തത് മാത്രമല്ല ഓൾറെഡി ഉള്ളിലുണ്ടായിരിക്കും. പിന്നെ അതിനെന്ത് ചെയ്യണം, പോളിഷ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ഈ ഒരു കലയ്ക്ക് ഉണ്ടാവുന്ന എല്ലാ ഫീച്ചറും ഉണ്ട് എന്നതുകൊണ്ടാണ് മാനേജ്മെൻറ്റിന് എന്തായിട്ട് പറയുന്നത്, കല എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായ അറിവിൻ്റെ സാന്നിധ്യം, വിവിധ മേഖലകളായി വിദഗ്ധരുടെ അനുഭവങ്ങളിൽ നിന്നും പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ, സാഹിത്യം എന്നിവയുടെ കൃത്യമായ അറിവ് പിൻബലം മാനേജ്മെൻറ്റിനുണ്ട്. നമ്മുടെ മാനേജ്മെൻറ്റിന് എന്തുണ്ട്, ഒരു അറിവിൻ്റെ സാന്നിധ്യം ഉണ്ട്. കാരണം നമുക്ക് ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട്. നമ്മൾ 2nd ചാപ്റ്ററിൽ അത് പഠിക്കുന്നുണ്ട്. പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട്. നമുക്ക് ഒരുപാട് ബുക്കുകളുണ്ട്. അതുപോലെ നമുക്ക് ഒരുപാട് മാനേജ്മെൻറ്റ് ഇത് വിദഗ്ധന്മാരുടെ അനുഭവങ്ങളുണ്ട്. അപ്പോൾ തിയറിറ്റിക്കലായിട്ടുള്ളൊരു നോളജ് ഉണ്ട്, അറിവിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ട്. അത് കലയ്ക്കുണ്ട്. വ്യക്തിഗതമായിട്ടുള്ള ഉപയോഗം, കാരണം കല എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാളുടെ പെയിൻറ്റിങ് ആയിരിക്കില്ല വേറൊരാളുടെ പെയിൻറ്റിങ്, ഒരാൾ ഡാൻസ് ചെയ്യുന്ന ഭംഗിയായിരിക്കില്ല വേറൊരാൾ ഡാൻസ് ചെയ്യുമ്പോൾ. അപ്പോൾ അതെന്താണ്, ഓരോ വ്യക്തിഗത ഉപയോഗമുണ്ട്. അതുപോലെ തന്നെയാണ് മാനേജ്മെൻറ്റിൽ ഓരോ മാനേജേഴ്സും അല്ലെങ്കിൽ ഓരോരുത്തരും മാനേജ് ചെയ്യുന്ന രീതി വ്യത്യസ്തമായിരിക്കും. അത് നമ്മുടെ സ്കില്ലും കൂടെ വന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ട് വ്യക്തിഗതമായിട്ടുള്ള ഉപയോഗം വരുന്നുണ്ട്. അത് കലയിലുണ്ട്, മാനേജ്മെൻറ്റിലുണ്ട്. ഓരോ സിറ്റുവേഷൻസിലും മാനേജേഴ്സ് ഡീൽ ചെയ്യുന്ന രീതി വ്യത്യാസമാണ്. പിന്നെ പരിശീലനത്തിൻ്റെയും
സർഗാത്മകതയുടെയും അടിസ്ഥാനം. പരിശീലനം. കാരണം ഒരു കല എപ്പോഴാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ വരയ്ക്കുന്ന ആൾ, ഡാൻസർ, പാട്ട് പാടുന്ന ആൾ, അവരുടെ ഓൾറെഡി സ്കില്ലുണ്ടായിരിക്കും. അതിനെ വളർത്താനൊന്നും ചെയ്യില്ലെങ്കിൽ അതുപോലെ നിൽക്കും. അവർക്ക് അതിന് പരിശീലനം കൊടുക്കുകയാണെങ്കിൽ അവരതിൽ ബെസ്റ്റായിട്ട് മാറും. അപ്പോൾ മാനേജ്മെൻറ്റ് എന്താണെന്നാണ് പറയുന്നത്? പരിശീലനം, സർഗാത്മകതയും ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും? ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ എന്ത് ചെയ്യും? കല ഇമ്പ്രൂവ് ചെയ്യും. ഈ 3 ഫീച്ചറുകളും കലയ്ക്കും ഉണ്ട്, ഈ 3 ഫീച്ചറും മാനേജ്മെൻറ്റിനുണ്ട്. അതുകൊണ്ട് മാനേജ്മെൻറ്റ് എന്താണെന്ന് പറയാം, നമുക്ക് ഒരു കല എന്ന് പറയാം. ഇനി മാനേജ്മെൻറ്റ് ഒരു ശാസ്ത്രം എന്ന നിലയിൽ മാനേജ്മെൻറ്റ് പ്യുവറായിട്ടൊരു ശാസ്ത്രമല്ല, അത് ശ്രദ്ധിക്കണം. പ്യുവറായിട്ട് നമുക്ക് മാനേജ്മെൻറ്റിന് ഒരു ശാസ്ത്രം എന്ന് പറയാനായിട്ട് പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാക്ട് സയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്താണ്? അത് കറക്റ്റാണ്. ഇനി അതിലൊരു മാറ്റം വരുത്താനില്ല. ഇപ്പോൾ ന്യൂട്ടൻ്റെ ഭൂഗുരുത്വാകർഷണ നിയമം അതൊന്നും നമ്മളെ കൊണ്ട് മാറ്റാനായിട്ട് പറ്റില്ല. ചലന നിയമങ്ങൾ ഇതൊക്കെ ഓൾറെഡി പ്രൂവ്ഡാണ്. പക്ഷെ മാനേജ്മെൻറ്റിൽ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് ആരെയാണ്? വർക്കേഴ്സിനെയാണ്. അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും. പിന്നെ നമുക്ക് മെയിൻലി സിറ്റുവേഷൻ ബേസ്ഡ് ആണ്. എല്ലാ സിറ്റുവേഷൻസും ഒരുപോലെ ആയിരിക്കില്ല. പക്ഷേ കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്, നമുക്ക് ഫോളോ ചെയ്യാൻ കുറച്ച് റൂളുകളുണ്ട് മാനേജ്മെൻറ്റിൽ. അതുകൊണ്ട് മാനേജ്മെൻറ്റിന് എന്താണ്? കുറച്ച് സയൻസ് ആണെന്ന് പറയാം. മാനേജ്മെൻറ്റ് ഒരു വിദഗ്ധ തൊഴിലാണെന്ന് പറയുന്നുണ്ട്, അല്ലേ? വിദഗ്ധ തൊഴിലാണ്. കാരണം എന്താണ്? നമുക്ക് ഒരു മാനേജർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? കുറച്ച് ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ട്. എല്ലാവർക്കും പോയി മാനേജർ ആവാനായിട്ട് പറ്റില്ല. അതുപോലെ കൃത്യമായി നിർവചിക്കപ്പെട്ട അറിവിൻ്റെ ശേഖരമാണ്. നിയന്ത്രിതമായിട്ടുള്ള പ്രവേശനമേ ഉള്ളൂ. എല്ലാവർക്കും ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് കിട്ടില്ല. അതുപോലെ വിദഗ്ധ തൊഴിൽ സംഘടനയിലുള്ള അംഗത്വം വേണം, ധാർമ്മികമായി പെരുമാറ്റ സംഹിത വേണം, സേവന തൽപരത വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ഒരു വിദഗ്ധ തൊഴിൽ അംഗമാവാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ നമ്മളിൽ മാനേജേഴ്സ് ഉണ്ട്, ഒരുപാട് പേരുണ്ട്. ഒരു ഡോക്ടർ ആവണമെങ്കിൽ MBBS പഠിക്കണം, ലോയർ ആണെങ്കിൽ നമ്മൾ എന്തിനു പോകണം? LLBക്ക് പോകണം. പക്ഷേ അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും എന്താണ്, ഒരുവിധം കുറച്ച് റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ കുറച്ച് വിദഗ്ധ തൊഴിലിൻ്റെ സവിശേഷത നമ്മുടെ മാനേജ്മെൻറ്റിനും ഉണ്ട്. നമുക്ക് MBA കഴിഞ്ഞിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, അത് പഠിക്കണം. അടുത്ത ടോപ്പിക്ക് നമ്മൾ എടുത്തതാണ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. എല്ലാവരും അത് കാണുക. ഇനി മാനേജ്മെൻറ്റിൻ്റെ ധർമ്മങ്ങൾ, ഫങ്ഷൻസ്, നമ്മുടെ ഈ 5 പാഠാണ് അതിൽ പറയുന്നത്. ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ആസൂത്രണം, ഇത് പഠിച്ചു വയ്ക്കുക. നമ്മുടെ കയ്യിൽ 5 പേരിൽ പോലെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്? മാനേജ്മെൻറ്റിൻ്റെ ധർമ്മങ്ങൾ. ആസൂത്രണം, സംഘാടനം, ഉദ്യോഗവൽക്കരണം, മാർഗനിർദ്ദേശം, നിയന്ത്രണം. ഈ 5 എണ്ണം പഠിക്കണം. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. ആസൂത്രണം ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി ആലോചിക്കുക, പ്ലാൻ ചെയ്യുക. നമുക്കൊരു ട്രിപ്പ് പോകണം, നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് പോയില്ലല്ലോ, പ്ലാൻ ചെയ്യും. എപ്പോൾ പോകണം, എവിടെ നിന്ന് പോകണം. അപ്പോൾ ഇവിടെ തന്നെ പറയുന്നത് എന്ത് ചെയ്യണം, ആര് ചെയ്യണം, എങ്ങനെ ചെയ്യണം ഒരു വർക്ക് എന്നതിനെക്കുറിച്ച് മുൻകൂട്ടി പ്ലാൻ ചെയ്യുക, ആസൂത്രണം ചെയ്യുക. സംഘാടനം, ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങൾ കണ്ടെത്തി അവയെ വേർതിരിച്ച് ഗ്രൂപ്പുകളാക്കുക, അവയെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ചുമതലയിൽ വിട്ടുകൊടുക്കുകയും ചെയ്യുക. നമ്മുടെ ജോലിനെ ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളാക്കുക. എന്നിട്ട് അവയെ എന്ത് ചെയ്യുക? ആർക്കൊക്കെയാണ് അതിൻ്റെ ജോലി, ആരൊക്കെ ജോലി ചെയ്യണം, ആർക്കൊക്കെയാണ് അതിന് അതോറിറ്റി ഉള്ളത്, ആർക്കൊക്കെ ഉത്തരവാദിത്തം ഉണ്ട്, അതൊക്കെ തീരുമാനിച്ചു കൊടുക്കുന്നതാണ് ഇത് സംഘാടനം. ഉദ്യോഗവൽക്കരണം പറയുന്നുണ്ട്, പേരിൽ തന്നെ ഉണ്ട്. നമ്മുടെ ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വർക്കേഴ്സിനെ കണ്ടുപിടിക്കുക. മാർഗനിർദ്ദേശം, അവർക്ക് ജോലി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നേതൃത്വവും പ്രചോദനവും കൊടുക്കുക. നിയന്ത്രണം, ലാസ്റ്റ് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക? ആസൂത്രണത്തിൽ പറഞ്ഞ പോലെ തന്നെയാണോ നടന്നിട്ടുള്ളതെന്ന് ഉറപ്പുവരുത്തുന്ന ധർമ്മമാണിത്. കൺട്രോളിങ്. പ്ലാനിങ് എന്ന് പറയുന്നത് മുന്നോട്ട് നോക്കുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ കൺട്രോളിങ് എന്ന് പറയുന്നത്, നിയന്ത്രണം എന്ന് പറയുന്നത് ഒന്ന് പിന്നോട്ട് നോക്കുന്ന ഫംഗ്ഷനാണ്, ബാക്ക്വേർഡ് ലുക്കിംഗ് ആണ്. കാരണം എന്താ? പ്ലാൻ ചെയ്തു വെച്ച കാര്യങ്ങൾ അതുപോലെ നടന്നോ എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ഫംഗ്ഷനാണ് എന്ത്? നിയന്ത്രണം എന്ന് പറയുന്നത്. പിന്നെ ഏകോപനം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും കൂടെ ഇതിൽ വരുന്നുണ്ട്. അത് സപ്പോർട്ടിങ് ഫംഗ്ഷനാണ്, ചില ഇതിലുണ്ട്. ഏകോപനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകോപിപ്പിക്കുക, ഒരു സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ വിജയകരമായിട്ട് കൈവരിക്കുന്നതിനെ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ കാര്യങ്ങളും ഒരുമിപ്പിച്ച് കൊണ്ടുപോകണം. ഇണക്കി ചേർക്കുന്ന പ്രക്രിയനെ നമുക്ക് എന്ത് പറയാം? ഏകോപനം എന്ന് പറയാം. ഏകോപനത്തിൻ്റെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. കൂട്ടായ പ്രവർത്തനമാണ്, ഐക്യമുള്ള പ്രവർത്തനമാണ്, ഒരു തുടർ പ്രക്രിയയാണ്, സർവ്വവ്യാപിയാണ്. കുറച്ച് പോയിന്റ്സുകൾ പഠിച്ചാൽ നമുക്ക് എല്ലായിടത്തും എഴുതാൻ പറ്റും. ഏകോപനം മാനേജർമാരുടെ ഉത്തരവാദിത്വമാണ്. ഏകോപനം മനഃപൂർവ്വമായിട്ടുള്ളൊരു ധർമ്മമാണെന്ന് പറയുന്നു. ഏകോപനത്തിൻ്റെ പ്രാധാന്യം നോക്കണം. ബിസിനസ് വലുപ്പത്തിലുള്ള വർധന,
ബിസിനസ്സിൻ്റെ വലിപ്പം വർദ്ധിക്കുന്നതിനനുസരിച്ച് തൊഴിലാളികളുടെ എണ്ണവും വർദ്ധിക്കും. അതോടെ അവരുടെ പ്രവൃത്തികളെ സംയോജിപ്പിക്കുക എന്നത് പ്രധാനപ്പെട്ട ധർമ്മമാണ്. കാരണം എല്ലാവരുടെ ആക്ടിവിറ്റിയും ഓരോരുത്തർ തോന്നിയ പോലെ ചെയ്താൽ പോരാ, എല്ലാവരും ചെയ്യുന്നത് എന്ത് ചെയ്യണം, ഒരുമിപ്പിച്ച് കൊണ്ടുവരണം. പിന്നെ ഫങ്ഷണൽ ഡിഫറൻസിയേഷൻ, ധർമ്മങ്ങളിലുള്ള വൈജാത്യം എന്ന് പറയുന്നുണ്ട്. സ്ഥാപനത്തിലെ വിവിധ ധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവിധ വകുപ്പുകളായിട്ട് തരംതിരിക്കും. ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, അവയൊക്കെ അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ടാകും. ഇപ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് മാക്സിമം ഫണ്ട് അലോക്കേറ്റ് ചെയ്യുക, പ്രൊഡക്ഷൻ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുക, സെയിൽസ് വിൽക്കുക, മാർക്കറ്റിംഗ് ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുക. ഓരോരുത്തർക്ക് അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യുള്ളൂ, അവരുടെ കാര്യങ്ങൾ നന്നായി ചെയ്യുള്ളൂ. എല്ലാം കൂടെ ഒരുമിച്ചാകുമ്പോഴാണ് നമുക്ക് റിസൾട്ടിൽ എത്തുന്നത്. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും വകുപ്പുകളുടെയും ഫങ്ഷൻസ് കൂട്ടിച്ചേർത്ത് കൊണ്ടുപോവുക എന്നുള്ളത്, ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നത് അത്യാവശ്യമാണ്. വൈദഗ്ധ്യം, ഇപ്പോൾ നൂതന സംരംഭങ്ങൾ വിദഗ്ധരായ തൊഴിലാളികളെ നിയമിക്കും. അപ്പോൾ ഇവരെന്ത് ചെയ്യും, അവരുടെ മേഖലകളിൽ പ്രാവീണ്യം നേടിയവരായതിനാൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കണം എന്നില്ല. ഇത്തരം സാഹചര്യത്തിൽ ഏകോപനം എന്ത് ചെയ്യും, അനിവാര്യമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ നമ്മൾ നോക്കി വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.